ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ വണ്ടി നമ്മൾ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ്, അതേപോലെ സ്റ്റാർട്ടിംഗ് കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട്. സ്ലോ സ്പീഡ് ചെക്കപ്പ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. സ്ലോ സ്പീഡിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ വണ്ടി ഓടി വന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ വണ്ടി ഓഫായി പോകുന്ന കംപ്ലൈൻറ്റ് ഉണ്ട്. സ്റ്റാർട്ടിംഗ് കംപ്ലൈൻറ്റ് സെൽഫ് ഒന്നും വണ്ടി എടുക്കുന്നില്ല, സെൽഫ് സ്റ്റാർട്ട് ആവുന്നില്ല. കിക്കറടിച്ച വണ്ടി സ്റ്റാർട്ട് ആവും, വേറെ പ്രോബ്ലം ഇല്ല. സെൽഫിൻ്റെ പ്രോബ്ലം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സർവീസ് ജനറൽ സർവീസിനായിട്ട് കയറ്റിയിട്ടുണ്ട്. നമ്മൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് സൈഡിൽ നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബാക്കിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. നമുക്ക് ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ ആയാലും നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അതേപോലെ തന്നെ വീൽ ബെയറിംഗ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻറ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഫ്രണ്ട് വീൽ അഴിച്ച് നിർത്തിയേക്കണം, അതാണ് ബാക്ക് വീൽ അഴിക്കാത്തത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബാക്ക് വീലും കൂടി അഴിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യും. പക്ഷേ നമുക്ക് ഇതിൻ്റെയൊക്കെ അഡ്ജസ്റ്റിംഗ് നമുക്ക് പുറമേ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ബ്രേക്ക് ലൈനറൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ കേസ്. പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ കമ്പനി ഫിൽറ്റർ കിടക്കണേ, ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ടാകുന്നത് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ക്ലച്ച് സൈഡ് നമ്മൾ അഴിച്ചിട്ടുണ്ട്. CVT ക്ലച്ചാണ്, ബെൽ ഡ്രൈവാണ്. നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് ചെക്ക് ചെയ്ത് ഗ്രീസിങ് നടത്തേണ്ടതാണെങ്കിൽ ഗ്രീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചതാണ്. അതിൻ്റെ വേരിയേറ്റർ ബോഡി, പോസ്റ്റ് റോളർ സെറ്റ് നമ്മൾ യൂണിറ്റൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. വേറെ പറയത്ത കംപ്ലൈൻറ്റ് ഒന്നുമില്ല. ക്ലച്ച് യൂണിറ്റ് ആയാലും നമ്മൾ ക്ലിയർ ആയിട്ട് ഗ്രീസ് ചെയ്തേക്കണം. ഇപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. എന്നാൽ പോലും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി. ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്. വലിയ പഴക്കമൊന്നും ആയിട്ടില്ല കേട്ടോ, വലിയ പഴക്കമായിട്ടില്ല ബെൽറ്റ് മാറ്റി. അപ്പോൾ ക്ലച്ചിൽ വേറെ പറയത്തക്ക കംപ്ലൈൻറ്റ് ഒന്നുമില്ല. ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക, കിക്കർ വീൽ കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെയ്യുന്നത് വേറെ പറയത്തക്ക കംപ്ലൈൻറ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ നമുക്ക് കാർബറേറ്റർ അസംബ്ലി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. കാർബറേറ്റർ അസംബ്ലി ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചേക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വണ്ടി റണ്ണിങ് നമ്മൾ വണ്ടി ആക്സിലേറ്റർ കുറയ്ക്കുമ്പോൾ തന്നെ വണ്ടി ഓഫായി പോകുന്ന കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. അപ്പോൾ ഈ സ്ലോ ജെറ്റ് നമ്മൾ ഇടയ്ക്ക് പ്രാവശ്യമൊക്കെ മാറ്റിയിട്ടാണ്. പക്ഷേ അപ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ ബ്ലോക്കിങ് വന്നിട്ട് പെട്രോൾ കൺസപ്ഷൻ കൂടുതൽ വന്നിട്ടുണ്ട്. പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് സ്ലോ ജെറ്റാണ്. സ്ലോ ജെറ്റ് ഈ സൈഡൊക്കെ ഒരു പൊടി പോലെ പിടിച്ചിരിക്കുന്നുണ്ട് വൈറ്റ് കളറിൽ. അത് ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് കേട്ടോ. അത് കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാന്നുള്ളതാണ് നമുക്കതൊന്ന് ചെയ്യാൻ പറ്റാം. അതൊന്ന് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ പ്ലഗ് പുതിയ പ്ലഗ്ഗാണ്, പക്ഷേ നല്ല രീതിയിൽ കാർബൺ അടിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഈ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി. ഫ്രണ്ട് വീലിൻ്റെ ആയാലും ബ്രേക്ക് ലൈനർ കുഴപ്പമൊന്നുമില്ല. വീൽ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻറ്റ് ഇല്ല. ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കുന്നത് ബാറ്ററിയുടെയാണ്. 2023 മോഡൽ ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്നത്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ വോൾട്ടൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ താക്കോൽ ജസ്റ്റ് ഓൺ ആക്കുമ്പോഴത്തേക്ക് ഇവിടെ ഫുൾ ഡെഡായി പോവാണ്. അതായത് 6 വോൾട്ടിലേക്കൊക്കെ പോകണം. നമ്മൾ ലോഡ് കൊടുക്കേണ്ട, അല്ലാണ്ട് തന്നെ പോവാണ്. ലോഡിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഫുൾ കട്ടായി പോകണം. അപ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. ബാറ്ററി മാറ്റി വെച്ചാലാണ് സെൽഫിൻ്റെ കേസൊക്കെ റെഡിയാക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ഇത്ര കേസാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത്. എഞ്ചിൻ ഹെഡിനകത്ത് കരിയുടെ പ്രോബ്ലം ഉണ്ട് നിലവിൽ, പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ കംപ്ലൈൻറ്റ് അതിൻ്റെ അല്ല. നമുക്ക് കാർബറേറ്റർ ക്ലീൻ ചെയ്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് ട്യൂൺ ചെയ്തിടാം, മാക്സിമം ഉപയോഗിക്കാം. നമുക്ക് പഴക്കം വന്നതിനനുസരിച്ച് നമുക്ക് മാക്സിമം യൂസ് ചെയ്യാമെന്നുള്ളതാണ്. അതിന് തീരെ പറ്റാണ്ടായിരിക്കുമ്പോൾ ഹെഡ് അഴിച്ചാൽ മതി, മാക്സിമം ഉപയോഗിക്കാം. ആ രീതിയിലുള്ള എസ്റ്റിമേറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടാം കേട്ടോ. വീഡിയോ കംപ്ലീറ്റ് കാണാം, കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം.